സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൃത്യം നടന്ന കാരവാൻ തിരിച്ചറിഞ്ഞു എന്നൊരു വാർത്ത വരുന്നു. കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ SIT ഒരുങ്ങുന്നു. നടൻ ബോബി കുര്യൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനി എന്നിവരെ ചോദ്യം ചെയ്യും. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ രഞ്ജിത്തിന് ഇരുവരുടെയും സഹായം ലഭിച്ചുവെന്ന സംശയത്തെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ. സ്ഥിരീകരിച്ചാൽ ഇരുവരും പ്രതികളാകും. ലൈംഗിക അതിക്രമം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മറച്ചുവെക്കാൻ ശ്രമം നടത്തിയോ എന്നതിലും വിശദമായ അന്വേഷണം നടത്തും. നമുക്കൊപ്പം ശരൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ്. ശരൺ, ഈ രഞ്ജിത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗികാരോപണ കേസിൽ ഒരു ട്വിസ്റ്റ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ ചലച്ചിത്ര മേഖലയിലെ തന്നെ പ്രത്യേകിച്ച് ആ സിനിമാ സെറ്റിലെ പ്രശ്നങ്ങൾ അന്വേഷിക്കേണ്ട ആഭ്യന്തര സമിതി ഉണ്ടല്ലോ, ICC. ആ ICCയിലെ ഒരു അംഗം തന്നെ പിന്നീട് രഞ്ജിത്തിന് വേണ്ടി കോടതിയിലെത്തി വാദിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഈ ICC കേസുകൾ അട്ടിമറിക്കപ്പെടുന്നത്, സിനിമാ സെറ്റിലെ ലൈംഗിക അതിക്രമ കേസുകൾ അട്ടിമറിക്കപ്പെടുന്നതിന് നേരുദാഹരണമാണ്. ഇപ്പോൾ SIT അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കൃത്യമായിട്ട് പഴുതടച്ച അന്വേഷണമാണ് നടത്തുന്നത്. കാരവൻ കണ്ടെത്തിയിരിക്കുന്നു. കൂട്ടുപ്രതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ശരൺ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും കൂട്ടുപ്രതികൾ ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ രഞ്ജിത്ത് കോട്ടയത്ത് വെച്ച് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയിരുന്നതാണ്. പക്ഷേ ഈ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുന്നുവെന്ന് സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് നിന്ന് രഞ്ജിത്ത് കടന്നു കളയുകയും പിന്നീട് തൊടുപുഴയിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. അങ്ങനെ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് 2 പേരാണ് ഒപ്പം ഉണ്ടായിരുന്നത്. ഒന്ന് നടനായ ബോബി കുര്യനാണ്, ഇതിന് പുറമെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശാലിനി. ഈ 2 പേരെയും രഞ്ജിത്തിനൊപ്പം തന്നെ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ രഞ്ജിത്തിന്റെ കേസിനെ കുറിച്ച് അറിയില്ല, രഞ്ജിത്ത് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേരെയും വിട്ടയച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ SITക്കുള്ള ബലമായ സംശയം രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിക്കുകയായിരുന്നു 20 എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബോബി കുര്യനെയും ശാലിനിയെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ 2 പേർക്ക് നോട്ടീസ് നൽകുകയും ചെയ്യും. 2 പേർക്കും ഇതിൽ റോൾ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതിയേർക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് കാരവാനാണ്. അതായത് ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ, അവിടുത്തെ ഒരു കാരവാനിൽ വെച്ചാണ് ഈ ലൈംഗിക അതിക്രമം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാരവാൻ എവിടെയാണ് എന്നുള്ളത് വലിയ രീതിയിലുള്ള തന്നെ പരിശോധന പോലീസ് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാരവാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാരവാനിലെ ഉള്ളിൽ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ CCTVകളൊന്നുമില്ല, പുറത്താണ്. അതായത് ആ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ പരിസരത്താണ് CCTV ഉള്ളത്. അപ്പോൾ ആ CCTV ഒക്കെ തന്നെ പരിശോധിച്ചാണ് ഇപ്പോൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെയാണ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ യുവനടി, അതായത് തനിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഈ കാരവാനിൽ വെച്ച് ഉണ്ടാകുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അതിനുശേഷം ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ചിലരോട് പറഞ്ഞിരുന്നു. അത് അവർ മറച്ചു വെച്ചു. ഈ വിവരം, അതായത് ലൈംഗിക അതിക്രമ വിവരം അവർ മറച്ചു വെച്ചു എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അത്തരത്തിൽ ആരൊക്കെയാണ് ഈ വിവരം മറച്ചു വെച്ചത് എന്ന് കണ്ടെത്താനുള്ള വലിയ പരിശോധന കൂടിയാണ് ഇപ്പോൾ കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമുക്കറിയാം, മറ്റന്നാളാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. അപ്പോൾ കസ്റ്റഡിയിൽ അന്ന് തന്നെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. കസ്റ്റഡിയിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തിരിച്ചറിഞ്ഞ കാരവാനിലെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്തും. ഇതോടൊപ്പം തന്നെ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ, രഞ്ജിത്ത് ഇന്നലെ തന്നെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരുന്നതാണ്. ജാമ്യാപേക്ഷയും മറ്റന്നാൾ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും.